ഹൈക്കോടതി വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമെന്ന് വിമർശിച്ച് ഹൈക്കോടതി. വലിയ ദുരന്തം സംഭവിച്ച മേഖലയിലാണ് ഹർത്താൽ നടത്തിയത്. അധികാരത്തിലിരിക്കുന്ന LDFും ഹർത്താൽ നടത്തിയത് എന്തിനാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. വിശദാംശങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദുണ്ട്. ഷബന, വലിയ രൂക്ഷമായ വിമർശനമാണ്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ ഹർത്താൽ നടത്തിയത്. ഈ വയനാട്ടിൽ ഹർത്താൽ ഇരു മുന്നണികളത് UDFും LDFും ഹർത്താൽ നടത്തി. ഇത് നിരുത്തരവാദപരമായ സമീപനമാണ് എന്നായിരുന്നു കോടതിയുടെ വിമർശനം. അതോടൊപ്പം തന്നെ ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കും എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാവില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലാണിത്. അതോടൊപ്പം അധികാരത്തിലിരിക്കുന്ന LDF എന്തിനാണ് ഹർത്താൽ നടത്തിയത് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഹർത്താൽ മാത്രമാണോ ഏക സമരമാർഗം എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. വലിയ ദുരന്തം സംഭവിച്ച മേഖലയിലാണ് ഹർത്താൽ നടത്തിയത്. ഇത്തരം ഹർത്താലുകൾ അംഗീകരിക്കാനാകില്ല. അതോടൊപ്പം തന്നെ ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നതാണ് എന്നും കോടതി പറഞ്ഞിരുന്നു. ദുരന്ത മേഖലയിലെ ജനങ്ങളോടുള്ള ഹർത്താൽ നിരാശപ്പെടുത്തുന്നതാണ് എന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വയനാട്ടിലെ ഹർത്താലിനെതിരെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഈ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമാണ് എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വലിയ ദുരന്തം സംഭവിച്ച ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ നടത്തിയത് എന്നതടക്കമാണ് കോടതി നിരീക്ഷിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബന സിയാദ്.